നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇനി ബീഹാറിലും അതുപോലെ BJP പരാജയപ്പെടാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലും ഇനിയും ആവർത്തിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത്തരം മാച്ച് ഫിക്സഡ് തെരഞ്ഞെടുപ്പുകൾ ഏതൊരു ജനാധിപത്യത്തിനും അപകടകരമാണെന്നും ദേശീയ ദിനപത്രത്തിൽ വന്ന ലേഖനത്തിൽ രാഹുൽ ഗാന്ധി കുറിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ബാലിശമാണെന്നും പരീക്ഷയിൽ തോറ്റ കുട്ടിയുടേതിന് തുല്യമാണെന്നും BJP ആരോപിച്ചു. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരിൽ നിന്ന് അനുകൂലമല്ലാത്ത വിധിയുണ്ടായാൽ പക്ഷപാതപരമാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികച്ചും അസംബന്ധമാണെന്നും കമ്മീഷൻ പ്രതികരിച്ചു. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വീണ്ടും ചോദ്യവുമായി രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നും പേരോ ഒപ്പോ ഇല്ലാത്ത കുറിപ്പ് പുറത്തുവിടുന്നത് ഗൗരവമേറിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനുള്ള മാർഗമല്ലെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. നിങ്ങൾക്ക് ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ തൻ്റെ ലേഖനത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അത് തെളിയിക്കണമെന്നും മഹാരാഷ്ട്രയിലടക്കം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക ലഭ്യമാക്കണമെന്നും പോളിംഗ് ബൂത്തുകളിലെ വൈകിട്ടത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. കാട്ടുപന്നിക്കായി വെച്ച കെണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് 15കാരൻ മരിച്ചു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് വഴിക്കടവ് വെള്ളക്കട്ടയിലാണ് സംഭവം. സുരേഷ് ശോഭ ദമ്പതികളുടെ മകനും മണിമൂളി CKHS 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ജിത്തു എന്ന് വിളിക്കുന്ന അനന്തുവാണ് മരിച്ചത്. മീൻ പിടിക്കാൻ പോയപ്പോഴാണ് അപകടമുണ്ടായത്. ബന്ധുക്കളായ 5 പേരാണ് മീൻ പിടിക്കാൻ പോയത്. ജിത്തുവിനൊപ്പം ഉണ്ടായിരുന്ന ഷാനു, യദു എന്നിവർ പരിക്കേറ്റ് ചികിത്സയിലാണ്. പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി UDF. റോഡ് ഉപരോധിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. മുസ്ലിം ലീഗ്, കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത്. അനധികൃതമായി കെണിവെക്കാൻ KSEB ഒത്താശ ചെയ്യുന്നുവെന്നും വിദ്യാർത്ഥികളുടെ മരണത്തിൽ സർക്കാർ മറുപടി പറയണമെന്നുമാണ് UDF ആവശ്യപ്പെടുന്നത്. വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് 15കാരൻ മരിച്ച സംഭവം ഗവൺമെന്റ് സ്പോൺസേഡ് മർഡറാണെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. KSEBയുടെ അനുവാദത്തോടുകൂടി നടക്കുന്ന സംഭവങ്ങളാണ് ഇതെന്നും വന്യമൃഗശല്യത്തിന്റെ രക്തസാക്ഷി കൂടിയാണ് അനന്തുവെന്നും ഷൗക്കത്ത് പറഞ്ഞു. വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കെണിയിൽ നിന്നാണെന്നും വനം വകുപ്പിനോ സർക്കാരിനോ പങ്കില്ലെന്നും വനം വകുപ്പ് മന്ത്രി AK ശശീധരൻ പറഞ്ഞു. അപകടം നടന്നത് ഖേദകരമാണെന്നും സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ചിലർ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതെന്നും സംഭവം അന്വേഷിക്കുമെന്നും വനം വകുപ്പിന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ പുലികൾ ഇറങ്ങി. ഓയിൽ ഫാം എസ്റ്റേറ്റിലെ ചെക്ക് പോസ്റ്റിന് സമീപമാണ് വീണ്ടും പുലികൾ ഇറങ്ങിയത്. 2 പുലികളുടെ സാന്നിധ്യമാണ് സംശയിക്കുന്നത്. ഇതോടെ പ്രദേശവാസികൾ ആശങ്കയിലായിരിക്കുകയാണ്. മലപ്പുറം കൂരിയാട്ട് ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട് NHAI കേരള റീജിയണൽ മേധാവി BL മീണയെ സ്ഥലം മാറ്റി. പകരം ചുമതല ജാർഖണ്ഡ് ഡിവിഷനിലെ AK മിശ്രയെ കേരള റീജിയണൽ മേധാവിയായി നിയമിച്ചു. അർജന്റീന ടീം ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ കേരളത്തിൽ എത്തിയേക്കുമെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. ടീമിനെ എത്തിക്കാനായി സ്പോൺസർമാർ പണം അടച്ചെന്നും അർജന്റീന ടീം മാനേജ്മെന്റ് കേരളത്തിൽ എത്തിയതിനു ശേഷം മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും കായിക മന്ത്രി വ്യക്തമാക്കി. രാജ്ഭവനിലെ ഭാരതാംബ ചിത്രവിവാദത്തിൽ പ്രതിഷേധമുയർത്തിയ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദിന്റെ ആലപ്പുഴ ചാരമുട്ടിലെ വസതിയിലേക്ക് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. പിന്നാലെ BJP-CPI പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത് സംഘർഷത്തിന് വഴിവെച്ചു. BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി CPI പ്രവർത്തകരും സമീപത്ത് നിലയുറപ്പിച്ചിരുന്നു. പ്രതിഷേധക്കാർ ഭാരതാംബയുടെ ചിത്രം വെച്ച് പുഷ്പങ്ങൾ സമർപ്പിക്കാനൊരുങ്ങിയത് BJP-CPI സംഘർഷത്തിലേക്ക് കടക്കുകയായിരുന്നു. കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നും മുഖ്യമന്ത്രി ആരെന്ന് അപ്പോൾ തീരുമാനിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പിണറായി തന്നെ തുടരുമോ എന്ന് പറയാനാകില്ലെന്നും മന്ത്രിസഭയിൽ ഇനി മുഖം മിനുക്കലുണ്ടാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടച്ചൂടിലായ നിലമ്പൂരിലേക്ക് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും എത്തുന്നു. നിലമ്പൂർ മണ്ഡലത്തിൽ LDF സംഘടിപ്പിക്കുന്ന മഹാകുടുംബ യോഗങ്ങൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യും.
സാബു എം ജേക്കബിന്റെ കിറ്റെക്സിനെ ആന്ധ്രയിലേക്ക് ക്ഷണിച്ച ആന്ധ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി സവിത. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളത്തെ കിറ്റെക്സ് പ്ലാന്റിൽ എത്തിയതെന്നും കിറ്റെക്സിനെ ആന്ധ്രയിലേക്ക് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്നും സന്ദർശനത്തിൽ വളരെ തൃപ്തി തോന്നിയെന്നും മന്ത്രി സവിത പ്രതികരിച്ചു. നിക്ഷേപം സംബന്ധിച്ച തുടർ ചർച്ചകൾക്ക് സാബു എം ജേക്കബിനോട് നേരിട്ട് ആന്ധ്രയിലെത്താനും മന്ത്രി ആവശ്യപ്പെട്ടു. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ EDക്കെതിരെ ആരോപണവുമായി പരാതിക്കാരൻ അനീഷ് ബാബു ശേഖർ കുമാർ യാദവിനെ അനുകൂലിച്ച് മൊഴി നൽകാൻ സമ്മർദ്ദമുണ്ടായി എന്നും കേസിൽ ശേഖർ കുമാർ യാദവുമായി നേരിട്ട് ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടത്തിയെന്നും അനീഷ് പറയുന്നു. സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കമാണിതെന്നും കേസിൽ കരുവാകാതെ ഒഴിഞ്ഞുപോകാനും ഒരു മലയാളി ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്നും അനീഷ് ബാബു വെളിപ്പെടുത്തി. മകൾ ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ 69 ലക്ഷം തട്ടിയെടുത്തെന്ന് നടനും BJP നേതാവുമായ കൃഷ്ണകുമാർ പരാതി നൽകിയതിനു പിന്നാലെ കൃഷ്ണകുമാറിനും മകൾ ദിയക്കുമെതിരെ കേസെടുത്ത് പോലീസ്. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ പരാതിയിൽ പോലീസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തിരുന്നു. സ്ഥാപനത്തിലെ ജീവനക്കാരായ 3 പേർക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ തട്ടിപ്പിനിരയായവരുടെ പിന്തുണ തേടി സ്ഥാപന ഉടമയും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ. തട്ടിപ്പിനിരയായവർ തെളിവുകൾ പോലീസിന് കൈമാറണമെന്ന് ദിയ കൃഷ്ണ ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ അഭ്യർത്ഥിച്ചു. തട്ടിപ്പിനിരയായവർ തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ കേസ് നൽകണമെന്നും ദിയ കൃഷ്ണൻ ലൈവിൽ പറഞ്ഞു. സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കൃഷ്ണകുമാറിന്റെ കുടുംബം. മകളുടെ കടയിലെ ജീവനക്കാർ പണം എടുത്തതായി സമ്മതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. 40,000 രൂപ വരെ ഒരാൾ എടുത്തെന്ന് ജീവനക്കാർ സമ്മതിക്കുന്നതിന്റെ തെളിവുകളാണ് ഇതിലുള്ളത്. കൃഷ്ണകുമാറിന്റെ മകളായ അഹാനയുടെ നേതൃത്വത്തിൽ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതാണ് ദൃശ്യം. കോട്ടയത്തെ എയ്ഡൻ സ്കൂളിലെ റദ്ദാക്കിയ നിയമനം പുനഃസ്ഥാപിക്കാൻ അധ്യാപകരിൽ നിന്ന് കോഴ വാങ്ങിയ ഇടനിലക്കാരൻ പിടിയിൽ. കോഴിക്കോട് വടകര സ്വദേശി റിട്ടയർഡ് അധ്യാപകൻ വിജയനാണ് കൊച്ചിയിൽ വെച്ച് കോട്ടയം വിജിലൻസ് സംഘത്തിന്റെ പിടിയിലായത്. 1.5 ലക്ഷം രൂപയും വിജിലൻസ് ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് യാത്രാമൊഴി. സംസ്കാര ചടങ്ങുകൾ ശാന്തി കവാടത്തിൽ പൂർത്തിയായി. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലി അർപ്പിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നടൻ ഷൈൻ ടോം ചാക്കോയെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഷൈൻ്റെ പരിക്ക് ഗൗരവമല്ലെന്നും ചെറിയ ശസ്ത്രക്രിയയുടെ ആവശ്യമേ ഉള്ളൂവെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടത്തിൽ ഷൈനിൻ്റെ പിതാവ് CP ചാക്കോ 70 മരിച്ചിരുന്നു. നാളെ രാവിലെ 10:30 തൃശൂർ മുണ്ടൂർ കർമ്മല മാതാപള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം. ഇടുക്കി ഇരട്ടയാറിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ കടയിൽ നിന്നും 7 കിലോയോളം കഞ്ചാവ് പിടിച്ചു. ഉപ്പുകണ്ടം മാലേപ്പുരക്കൽ സതീഷിന്റെ കടയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ഇയാൾ ഇരട്ടയാർ പഞ്ചായത്തിലെ 9ാം വാർഡ് അംഗമാണ്. ഒഡീഷ സ്വദേശികളായ സമീർ ബെഹ്റ, ലക്കി നായിക് എന്നിവരാണ് പിടിയിലായ മറ്റ് 2 പേർ. തൃശൂർ ഐനിക്കാട് മുള്ളൂർ കായലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആടാട് സ്വദേശി പ്രസാദിനെയാണ് കായലിൽ പൊന്തി കിടക്കുന്ന നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. സോളാർ എവിടെ നോക്കിയാലും സോളാർ തന്നെയല്ലേ? എന്നാൽ സോളാർ വെച്ചാൽ കറന്റ് പോയാൽ കറന്റ് ഇല്ലാതിരിക്കണം എന്നതാണ് വാസ്തവം. സോളാർ പ്ലാന്റ് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി വെറുതെ പാഴാകുന്നു. ഉപയോഗവും ഇല്ല, മീറ്റർ റീഡിംഗും ഇല്ല, എല്ലാം മൊത്തത്തിൽ നഷ്ടം മാത്രം. നിങ്ങൾക്കിതിന് ഒരു പരിഹാരം വേണ്ടേ? കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഹൈബ്രിഡ് സോളാർ വെച്ചാൽ നിങ്ങൾക്ക് കറണ്ട് പോകില്ല എന്ന് മാത്രമല്ല, ബാക്കി കറണ്ട് KCBക്ക് കൊടുത്ത വരുമാനവും ലഭിക്കുന്നു. എന്താ, വിശ്വാസമായില്ലേ? അപ്പോൾ ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.